വളരെ ക്രിട്ടിക്കലായിട്ടുള്ള 2 സർജറിയിലൂടെ കടന്നുപോയി. കർത്താവ് ആയുസ്സിനെ ദീർഘമാക്കിയതുകൊണ്ട് ഇന്നിങ്ങനെ വന്ന് പങ്കെടുക്കാൻ ബദേൽ മെഡിക്കൽ മിഷൻ നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ആയിരിക്കും ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണ് കുഞ്ഞു പഠിക്കുന്നത്. മോളുടെ പേര് അനു സജി. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയെ കുറിച്ച് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. ഈ പ്രവചനങ്ങളൊക്കെ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുക. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 94005209. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം യോർദാൻ. ആദ്യം ഉത്തരമയച്ചത് പോൾസൺ PK, കുന്നംകുളം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. 2025 നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. ഒരുപാട് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സാഫല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിരാശകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ചാണ് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് 2026 വരും ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. അതും നമുക്ക് വളരെ പ്രാർത്ഥനാപരിസരം കടന്നു പോകാം. ഈ വർഷത്തേക്കാൾ ഏറ്റവും മികച്ചതാകട്ടെ അടുത്ത വർഷം. അങ്ങനെ ഒരു പ്രതീക്ഷയും പ്രാർത്ഥനയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ഹൃദ്യമായ പുതുവത്സര ആശംസകൾ ഇതിലൂടെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ള മത്സരാർത്ഥിയെ പരിചയപ്പെടാം. ഉപ്പുതറയിൽ നിന്ന്, ഇടുക്കി ജില്ലയിലെ ഉപ്പുതറയിൽ നിന്ന് കർത്താവിന്റെ ദാസി കലാ സജിയാണ് ഇന്ന് മത്സരിക്കേണ്ടതിന് കടന്നു വന്നിട്ടുള്ളത്. നമുക്ക് പരിചയപ്പെടാം. ബൈബിൾ ബ്രെയിൻസിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏതാണ് സ്വദേശം? സ്വന്തം ദേശം കൊല്ലം. കൊല്ലത്തെവിടെ? കൊട്ടാരക്കര. കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നാണ് ഇപ്പൊ ഉപ്പുതറയിൽ ദൈവവേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഉപ്പുതറയിൽ വന്നിട്ട്? കാലാവസ്ഥ, സാഹചര്യങ്ങൾ? നല്ല കാലാവസ്ഥ, ഏറ്റവും പ്രധാനം തണുപ്പ്. തണുപ്പ് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഇടുക്കിക്കാർക്ക് സാധാരണ തണുപ്പ് ഇഷ്ടമല്ല. എനിക്ക് 2 മേജർ സർജറികൾ, തൈറോയിഡിന്റെയും യൂട്രസിന്റെയും. അപ്പം
കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ മേജർ സർജറി കഴിഞ്ഞു. കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള ചൂടായിരിക്കും. ചൂടാണ്, ആ, ശരീരത്തിൽ ആ. ഓൾറെഡി ചൂടാണ്. ചൂടാണ്. അപ്പം ആ. ഈ തണുപ്പ് തണുപ്പ് ശരീരത്തിന് നല്ലതാണ്. തണുപ്പുള്ള കാലാവസ്ഥയാണ് നല്ലത്. പക്ഷെ ചില സമയങ്ങളിലൊക്കെ അസഹനീയമായ തണുപ്പായിട്ട് തോന്നാറില്ലേ? പ്രത്യേകിച്ച് ഇപ്പം നമ്മള് ഇപ്പൊ കടന്നു പോകുന്ന ഡിസംബറിലൂടെയാണ്. എങ്ങനെയുണ്ട്? അല്പം കൂടുതലാണ്. തണുപ്പ് പക്ഷെ കൂടുതലാണ്. എന്നാലും ഉം. ഇഷ്ടമാണത്. തണുപ്പ് ഇഷ്ടമാണ്. നാട്ടിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും. ആ, ഭയങ്കര ചൂടാണ് നാട്ടില്. നാട്ടില് ഉം. പത്തനാപുരം സെന്ററിൽ ഉൾപ്പെട്ട വടകോട് സഭയിലെ മെമ്പറാണ്. പത്തനാപുരം വളകോട് സഭയിലെ ഉം. വിശ്വാസികളാണ്. ഉം. ഇപ്പൊ ഇവിടെ വന്നിട്ട് 2 വർഷം 2 വർഷത്തോളമായി. നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. പോകുന്നു. ബൈബിൾ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതുപോലെ ഒരു പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടില്ല. ഇതുപോലൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ല. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഇപ്പൊ വീട്ടിൽ മറ്റാരൊക്കെയുണ്ട്? ഭർത്താവ് പാസ്റ്ററാണ്. ആ. 2 മക്കളുണ്ട്. 2 മക്കളുണ്ട്. 2 മക്കൾ എന്ത് ചെയ്യുന്നു? ഒരാള് BSc നഴ്സിംഗ് കഴിഞ്ഞു. ആ. ഇളയാള് ഇപ്പൊ പഠിക്കുന്നു. ഇളയാള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ എപ്പിസോഡുകൾ കാണാറുണ്ട്. എല്ലാവരും കാണാം. കുടുംബമായിട്ട് കാണാറുണ്ടോ? കാണാറുണ്ട്. കാണാറുണ്ട്. അപ്പൊ മത്സരിക്കാൻ ഒരു ധൈര്യമുണ്ട്. യെസ്. എവിടെ വരെ പോകുമെന്ന് ചിന്തിക്കുന്നുണ്ട്? മിഷനറി യാത്ര അതൊന്നും പഠിച്ചിട്ടില്ല. ബൈബിൾ സ്കൂൾ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. ബൈബിളിൽ നിന്ന് മാത്രമുള്ള ബൈബിളിൽ നിന്ന് മാത്രമുള്ളത് പഠിച്ചിട്ടുള്ളൂ. അപ്പം ഞങ്ങള് ഒരുപാട് മത്സരാർത്ഥികൾ ഈ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളും ഇത് നവീകരിക്കാനുള്ള പരിശ്രമങ്ങളുണ്ട്. അപ്പം മുമ്പിലേക്ക് ആ പ്രതീക്ഷകൾ ഉണ്ടാകട്ടെ. അപ്പം നമ്മുടെ മത്സരത്തിന്റെ പാറ്റേണിനെ കുറിച്ച് അറിയാമെങ്കിലും ഞാൻ പറയുന്നു. മുഴുവൻ 12 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. 3 റൗണ്ടുകൾ. ആദ്യത്തെ റൗണ്ടിൽ 4 ചോദ്യം, രണ്ടാമത്തെ റൗണ്ടിൽ 4 ചോദ്യം, മൂന്നാമത്തെ മിഷണറി റൗണ്ടിൽ അല്ലെങ്കിൽ ആ 3 വ്യത്യസ്ത ഭാഗങ്ങളായിട്ടുള്ള റൗണ്ടിൽ 3 ചോദ്യം, ഒടുവിൽ 10,000 രൂപയുടെ ബമ്പർ ചോദ്യം. അങ്ങനെയാണ് നമ്മുടെ ചോദ്യം 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ആ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്ക് മത്സരത്തിലേക്ക് കടന്നു പോകാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം: ആരുടെ ആയുഷിനോടാണ് യഹോവ 15 സംവത്സരം കൂട്ടിയത്? ഓപ്ഷൻ എ യോശിയാവിന്റെ, ഓപ്ഷൻ ബി ഹിസ്കിയാവിന്റെ, ഓപ്ഷൻ സി അഹസ്യാവ്, ഓപ്ഷൻ ഡി യേഹു. ആരുടെ ആയുഷിനോടാണ് 15 സംവത്സരം കൂട്ടിയത്? ഓപ്ഷൻ ബി ഹിസ്കിയാവ്. ഓപ്ഷൻ ബി ഹിസ്കിയാവ്. ഉത്തരം ഉറപ്പിക്കാം. ഓപ്ഷൻ ബി ഹിസ്കിയാവ്. ആ ഉത്തരം ഉറപ്പിച്ചിട്ടുള്ളതാണ്. ഹിസ്കിയാവിന്റെ ആയുഷിനോട് അവൻ മരിച്ചു പോകുമെന്ന് അവനോട് പ്രവാചകൻ അറിയിച്ചതിന് ശേഷം അവൻ ചുവരിന് നേരെ മുഖം തിരിച്ച് പ്രാർത്ഥിച്ചപ്പോ അതേ പ്രവാചകൻ പടി കടന്നു പോകുന്നതിന് മുൻപ് ദൈവം മടക്കി അയച്ച് അവന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കും ഭാഗ്യമാണ്. ഓരോ പ്രതിസന്ധികളും നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവ് നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ച് നൽകുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് മുമ്പിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് 2 സർജറിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള 2 സർജറിയിലൂടെ കടന്നുപോയി. കർത്താവ് ആയുസിനെ ദീർഘമാക്കിയത് കൊണ്ട് ഇന്നിങ്ങനെ വന്ന് പങ്കെടുക്കാൻ അവസരമുണ്ടായി. നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ഹിസ്കിയാവ്. ഉത്തരം ശരിയാണ്. ഉത്തരം വളരെ ശരിയാണ്. ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ഇതാ: തന്റെ കാലം അറിയുന്ന പക്ഷി ഇവയിൽ ഏത്? ഓപ്ഷൻ എ ഒട്ടകപ്പക്ഷി, ഓപ്ഷൻ ബി പ്രാവ്, ഓപ്ഷൻ സി പെരിഞ്ഞാറ, ഓപ്ഷൻ ഡി കാക്ക. ഇവയിൽ തന്റെ കാലം അറിയുന്ന പക്ഷി ഏതാണ്? ഓപ്ഷൻ സി പെരിഞ്ഞാറ. ഓപ്ഷൻ സി പെരിഞ്ഞാറ. സംശയമില്ല. ഓപ്ഷൻ സി പെരിഞ്ഞാറ. ഉത്തരം ഉറപ്പിക്കുകയാണ്. അപ്പൊ ബാക്കി പക്ഷികൾക്ക് ഒരുപക്ഷെ കാലത്തെക്കുറിച്ച് അത്ര ബോധ്യമില്ലാത്തതാണെന്ന് തോന്നുന്നു. പക്ഷെ പെരിഞ്ഞാറയെ കുറിച്ച് പറയുന്നുണ്ട്. എവിടെയാണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുസ്തകം എനിക്ക് തോന്നുന്നു യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ് എന്ന് ഞാൻ വിലയിരുത്തുന്നു. ദൈവജനത്തിന്റെ മത്സരത്തെ കുറിച്ച് ദൈവം പറയുമ്പോൾ ദൈവജനം കാലങ്ങളെയും സമയങ്ങളെയും ഉടയവനെയും ഒന്നും അറിയാതിരിക്കുമ്പോൾ മൃഗജാലങ്ങളെ ചൂണ്ടി ദൈവം പറയുന്നതാണ്. അവർക്ക് തന്നെ കടന്നു പോകുന്ന കാലങ്ങളെ അറിയാം, യജമാനനെ അറിയാം. പക്ഷെ മനുഷ്യൻ പലപ്പോഴും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി പെരിഞ്ഞാറ. ആ ഉത്തരം ശരിയാണോ? ആ ഉത്തരവും വളരെ ശരിയാണ്. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു പോകാം. ആദ്യത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം:
ലൂക്കോസ് ആരായിരുന്നു? ഓപ്ഷൻ എ ശതാധിപൻ, ഓപ്ഷൻ ബി വൈദ്യൻ, ഓപ്ഷൻ സി പ്രവാചകൻ, ഓപ്ഷൻ ഡി ദ്വീപ് പ്രമാണി. ഇവയിൽ ആരായിരുന്നു? ലൂക്കോസിന്റെ തൊഴിൽ ലൂക്കോസ് നിന്നിരുന്ന മേഖല ഏതായിരുന്നു? ഓപ്ഷൻ ബി വൈദ്യൻ. ഓപ്ഷൻ ബി വൈദ്യൻ ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി വൈദ്യൻ ഉത്തരവ് ഉറപ്പിക്കുകയാണ്. നമ്മൾ സാധാരണ എനിക്ക് തോന്നുന്നു പെന്തക്കോസ്റ്റിന്റെ ഒരു പ്രത്യേകത, നമ്മൾ വൈദ്യന്മാരിൽ ആശ്രയിക്കരുതെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ അങ്ങനെ തീവ്രമായിട്ട്. പക്ഷേ ലൂക്കോസിനെ കുറിച്ച് തന്നെ പറഞ്ഞു, ലൂക്കോസ് പൗലോസിന്റെ സ്വന്തം സഹചാരിയായിട്ടുള്ള ഒരു വൈദ്യനായിരുന്നു. ചില വേദപഠിതാക്കൾ പറയുന്നത് പൗലോസിന് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ലൂക്കോസിനെ സഹയാത്രികനായി കൂട്ടിക്കൊണ്ടിരുന്നത്. അതാത് സമയം ആ ചികിത്സകൾ കൃത്യമായി ലഭ്യമാക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടോ? നമ്മൾ ചികിത്സയിലൂടെ തന്നെ മുമ്പോട്ട് പോകണോ, വിശ്വാസം വേണം എന്നാൽ ചികിത്സയും വേണം എന്നുള്ള നിലപാടാണോ, അതോ ചികിത്സ വേണ്ട എന്നുള്ള നിലപാടാണോ? എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, രോഗിക്ക് വൈദ്യനെ ആവശ്യമുണ്ടെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കാലഘട്ടത്തില് അന്നത്തെ പോലെ അല്ലല്ലോ. ഇപ്പം നമ്മളെല്ലാം വിഷമയമായി ജീവിക്കും, അസുഖങ്ങൾ സ്വാഭാവികമാണ്. അപ്പം ഒരു വൈദ്യന്റെ സഹായം വേണം. അതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിൽ ആശ്രയവും പ്രാർത്ഥനയും കൂടെ ആവുമ്പോൾ അതെ 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 നിശ്ചയമായിട്ടും അങ്ങനെ തന്നെ കടന്നു പോകണം. രണ്ട് കുഞ്ഞുങ്ങളും BSc ആണ് പഠിച്ചുകൊണ്ട്, ഒരാൾ BSc പൂർത്തീകരിച്ചു, അടുത്ത ആൾ BSc എവിടെ BSc പഠിക്കുന്നു? നമ്മുടെ ബദേൽ മെഡിക്കൽ മിഷൻ നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ആയിരിക്കും ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണ് കുഞ്ഞ് പഠിക്കുന്നത്. മോളുടെ പേര് അനു സജി. നമ്മുടെ കോളേജിലാണ് പഠിക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ കോളേജിനെ കുറിച്ചുള്ള മകളുടെ അഭിപ്രായം? പ്രാർത്ഥനയ്ക്ക് എല്ലാം ആത്മീയ, അവർ സ്വന്തം വാഹനത്തിൽ തന്നെ കൊണ്ടുപോകും, തിരികെ അതുപോലെ കൊണ്ടുവരും. ഫാസ്റ്റിംഗ് പ്രയറിനും സഭാരാധനകളൊന്നും മുടക്കാതെ എല്ലാ മീറ്റിംഗൊക്കെ കൊണ്ടുപോകും. ഫാസ്റ്റിംഗ് പ്രയറുകളും ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കടന്നു പോകുന്ന ആത്മീയ അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കലാലയമാണ്. അതെ, അച്ചടക്കത്തിലായാലും പഠന നിലവാരത്തിലും എല്ലാം മികച്ചു നിൽക്കുന്ന സ്ഥാപനമാണ്. അപ്പം കുഞ്ഞവിടെ കടന്നു പോയത് കൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം മികച്ച സ്ഥാപനമാണ്. ഞാൻ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളോടും പറയും, നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയ അന്തരീക്ഷമുള്ള ഒരു വിദ്യാലയത്തിലേക്ക്, കലാലയത്തിലേക്ക് പറഞ്ഞയക്കണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരിടം ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ട്രെയിനിങ് സെന്റർ ആണ്. അവിടെ നിങ്ങളുടെ സീറ്റുകൾ വേഗത്തിൽ നിങ്ങൾ ഉറപ്പാക്കുക. അപ്പൊ നമുക്ക് പരിശോധിക്കാം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി വൈദ്യൻ. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി വൈദ്യനും ഉത്തരം ശരിയാണ്. അങ്ങനെ ആദ്യത്തെ റൗണ്ടിലെ 3 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിയിരിക്കുകയാണ്. ഇനി മുമ്പിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോടുകൂടെ നിങ്ങൾക്കുള്ള ചോദ്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഉത്തരം സമർപ്പിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യത്തിന്റെ ഒന്നാമത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ഒന്നാം സൂചന: പഴയ നിയമത്തിലെ ഒരു ചരിത്ര സംഭവത്തിന് ഞാൻ സാക്ഷിയായെങ്കിലും ആമോസ്, നഹൂം എന്നീ പ്രവാചകന്മാർ ദർശിച്ചത് എന്റെ മഹത്വം മങ്ങിപ്പോകുന്നതായാണ്. ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്, ബാംഗ്ലൂർ. ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. നമുക്ക് മടങ്ങി വരാം. ആദ്യത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം: പുതിയ യെരൂശലേമിന് എത്ര ഗോപുരങ്ങളുണ്ട്? ഓപ്ഷൻ എ 24, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 10. എത്ര ഗോപുരങ്ങളുണ്ട് പുതിയ യെരൂശലേം? ഓപ്ഷൻ ബി 12. ഓപ്ഷൻ ബി 12 ഉറപ്പിക്കുക. ഓപ്ഷൻ ബി 12 ഉത്തരം ഉറപ്പിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഖ്യ കൂടെയാണ്, ബൈബിളിലെ പ്രധാനപ്പെട്ട സംഖ്യ കൂടെയാണ് 12 എന്ന് പറയുന്നത്. ഇപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ 7ഉം 12ന്റെയും ആവർത്തനമാണ് ഏറ്റവും കൂടുതൽ വെളിപ്പാട് പുസ്തകത്തിലുള്ളത്. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായി 7നെ കാണുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. 12 കുറച്ചുകൂടെ നമ്മൾ പുതിയ യെരൂശലേമിലേക്ക് ചെല്ലുമ്പോൾ 12 ഗോപുരം, 12 മുത്ത്, 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ, അങ്ങനെ തുടങ്ങി 12ന്റെ ആവർത്തനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ പുതിയ യെരൂശലേം നഗരത്തിന് എത്ര ഗോപുരങ്ങളുണ്ട് എന്നതായിരുന്നു ചോദ്യം. 12 എന്ന ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. ആ ഉത്തരം കൂടെ നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ബി 12 ഉത്തരം ശരിയാണോ?
12 ഉത്തരം വളരെ ശരിയാണ്. അപ്പോൾ വിജയകരമായി ഒന്നാമത്തെ റൗണ്ട് പൂർത്തീകരിച്ച് നമ്മുടെ സമ്മാനത്തുക 1000 എന്ന സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ റൗണ്ട് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എവിടെയൊക്കെ മിനിസ്ട്രിയിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഈ 2 വർഷമായി ഉപ്പുതറയിലേക്ക് എത്തിയത്? കൊല്ലം ജില്ലയുടെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ, വെളിയം, ഉം. ചാത്തന്നൂര്, ഉം. നീണ്ടകര, ഇത്രയും. ആ മേഖലകളിലൊക്കെ ആയിരുന്നു സുവിശേഷ വേലയിലായിരുന്നത്. സാധാരണയായി ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ പറയാറ്, ഹൈറേഞ്ചിൽ നിന്ന് പോകുന്ന ആളുകൾ പറയാറുണ്ട്, നാട്ടിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചും ഹൈറേഞ്ചിലുള്ള വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചും അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ട്? എന്നോട് 1-2 പേര് ചില വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുകയാണ് നേരിട്ട് അറിയാൻ വേണ്ടി, ഇവിടെയുള്ള വിശ്വാസികളെ സംബന്ധിച്ചും അവിടെയുള്ള വിശ്വാസികളെ സംബന്ധിച്ചും എന്താണ് വ്യത്യാസം, സമീപനത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്? പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയെ കുറിച്ച് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. ഒരു നാട്ടിൽ നമ്മളെ ചെറിയ ഒരു ഗ്രാമത്തിലാ, വനപ്രദേശം, പക്ഷെ അവർ എല്ലാം ഭയങ്കര സ്നേഹമുള്ളവരാണ്. പൊതുവിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നാലും കണ്ടാലും ഉടനെ ചിരിക്കുന്ന, ഭയങ്കര സ്നേഹ സംഭാഷണം നടത്തുന്ന, നാട്ടിന്റെ തന്നെ ഞങ്ങളെ ശരിക്കും ബാസായിട്ട് കാണുന്ന ഒരു കൂട്ടം ജനങ്ങള്, വിശ്വാസികളും അതുപോലെ സ്നേഹം, കരുതലും, ഒത്തിരി ഒത്തിരി സ്നേഹമുള്ളവരാ. സ്നേഹമുള്ള, എനിക്ക് തോന്നുന്നു ഹൈറേഞ്ചിനെ സംബന്ധിച്ച് മിക്കവാറും കോട്ടയം, തിരുവല്ല, പത്തനംതിട്ട മേഖലയിൽ നിന്നുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്, നാട്ടിൻപുറത്തുള്ള ആളുകൾ മോശക്കാരാണെന്നോ അവർ സഹകരിക്കുന്നില്ലല്ലോ എന്നുള്ളതല്ല, അതിലുപരി ഹൈറേഞ്ചിലുള്ളവർക്ക് ഒരു പ്രത്യേക കരുതലാണ്. അവരുടെ വീട് കരുതുന്ന പോലെ തന്നെ പാസ്റ്റർ കൂടെ കരുതണമെന്ന് ചിന്തിക്കുകയും അതുപോലെ സ്നേഹിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഞങ്ങളെ പുകഴ്ത്തി പറഞ്ഞത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത് പാസ്റ്റർ പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഏതൊരു ചെറിയ ആവശ്യത്തിന് പോലും ഓടി വരാനൊരു മനസ്സ്. കാരണം നാട്ടിലിപ്പം നമുക്കൊന്നും ഇപ്പം വിറക് വേണമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുതരാനൊന്നും അവർക്കൊന്നും സമയം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്ക് ആ ഒരു ആവശ്യം, ചെറിയൊരാവശ്യം, അത് പറഞ്ഞപ്പോലും ഒത്തിരി എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി വരുന്ന ഭയങ്കര ഒരു നിഷ്കളങ്കമായ ഒരു സ്നേഹം, അങ്ങനെ ഒരു സമൂഹം, അങ്ങനെ ഒരു സമീപനമാണ് ഇടുക്കി ജില്ലക്കാർക്കുള്ളത്. നിരവധി ഇടങ്ങളിൽ അങ്ങനെയാണ്. ഇപ്പം ഇടുക്കി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത്രത്തോളം സന്തോഷമുണ്ട്. എന്നാൽ ഇടുക്കിയിലും വേദനാജനകമായ സാഹചര്യങ്ങളും ഉണ്ട്. അതിൽ കൂടെ ഞങ്ങൾ പോയിട്ടുണ്ട്. വേദനാജനകമായ ഒരു അനുഭവത്തിൽ പോയിട്ട് ഇടുക്കി വിടണമെന്ന് ഒറ്റ വർഷം കൊണ്ട് തന്നെ തീരുമാനിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദൈവം അയച്ചത് കൊണ്ട് കൃപയാൽ ഇതുവരെയും നിർത്തിയിരിക്കുന്നു. സുവിശേഷവേല എപ്പോഴും നമ്മൾ 2 വിധത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ എപ്പോഴും കടന്നു പോകുന്നതാണ്. കർത്താവ് കൃപ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ദൈവം നമ്മെ നിലനിർത്തുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ കാര്യം. കർത്താവ് വിശ്വസ്തൻ എന്ന് മാത്രമാണ് ഞാനും എൻ്റെ ഈ ചെറിയ കാലത്തെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആളുകളെ കുറിച്ച് പുറത്തുള്ള ആളുകൾ എപ്പോഴും പറയുമ്പോൾ എനിക്കും അത് സന്തോഷമാണ് ഒരു ഹൈറേഞ്ചുകാരൻ എന്ന നിലയിൽ. കാരണം എല്ലാവരും അങ്ങനെ തന്നെ കരുതാറും സ്നേഹിക്കാറുമുണ്ട്. അങ്ങനെ തന്നെ മുൻപോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടന്നു പോകുമ്പോൾ 2 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒന്നുകിൽ പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 2 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം ആവർത്തിക്കുകയാണ്, എന്തുകൊണ്ട് പഴയ നിയമം അല്ലാതെ പുതിയ നിയമത്തിലേക്ക് വരും? പഴയ നിയമം ആയാലും എനിക്ക് എന്നെ സംബന്ധിച്ച് ഇഷ്ടമാണ്. ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട്. ഇപ്പം മറവി നന്നായിട്ടുള്ളത് കൊണ്ട് പുതിയ നിയമമാണ് നമുക്ക് കുറച്ചുകൂടെ പുസ്തകങ്ങൾ കുറവും നമ്മൾ നിരന്തരം കൈകാര്യം ചെയ്യുന്ന പുതിയ. എന്നാൽ നമുക്ക് പുതിയ നിയമത്തിലേക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം, പുതിയ നിയമം തിരഞ്ഞെടുത്തു. പുതിയ നിയമത്തിൽ നിന്ന് ഒന്നാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിനായി നമ്മെ സ്വതന്ത്രരാക്കിയത് ആര്? ഓപ്ഷൻ എ ആത്മാവ്, ഓപ്ഷൻ ബി ക്രിസ്തു, ഓപ്ഷൻ സി പിതാവ്, ഓപ്ഷൻ ഡി ഇവർ 3 പേരും. ഓപ്ഷൻ ബി ക്രിസ്തു. ഓപ്ഷൻ ബി ക്രിസ്തു. ഉത്തരവുറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി ക്രിസ്തു. ഉത്തരവുറപ്പിക്കാം. നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത് ക്രിസ്തു ആണെന്ന് പരാമർശിച്ചിരിക്കുന്ന പുസ്തകത്തെ കുറിച്ച് അറിയാമോ? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലാണ് സ്വാതന്ത്ര്യത്തിനായി, ഇനിയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് നാം അവിടെ പഠിക്കും. നമുക്ക് ഉത്തരം പരിശോധിക്കാം. ഓപ്ഷൻ ബി ക്രിസ്തു ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി ക്രിസ്തു ഉത്തരം വളരെ ശരിയാണ്. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരവും പൂർത്തീകരിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം,
ആടുകളുടെ വേഷം ധരിച്ചു വരുന്നത് ആര്? ഓപ്ഷൻ എ കള്ളന്മാർ, ഓപ്ഷൻ ബി കള്ളപ്രവാചകന്മാർ, ഓപ്ഷൻ സി കള്ള അപ്പോസ്തലന്മാർ, ഓപ്ഷൻ ഡി കുലപാതകന്മാർ. ഇവരിൽ ആരാണ് ആടുകളുടെ വേഷം ധരിച്ചു വരുന്നത്? ഓപ്ഷൻ ബി കള്ളപ്രവാചകന്മാർ. സംശയമൊന്നുമില്ല, ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി കള്ളപ്രവാചകന്മാർ എന്ന ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. ഓപ്ഷൻ ബി ഉറപ്പിക്കാം. ആടുകളുടെ വേഷം ധരിച്ചു വരുന്ന ചെന്നായ്ക്കൾ കള്ളപ്രവാചകന്മാരാണോ, കള്ള അപ്പോസ്തലന്മാരാണോ, കള്ളന്മാരാണോ? ആടുകളുടെ വേഷം ധരിച്ചു വരുന്ന ചെന്നായ്ക്കളെ എന്താണ് വിളിച്ചിരിക്കുന്നത്? നമ്മൾ പരിശോധിക്കുമ്പോൾ കള്ള അപ്പോസ്തലന്മാരും ഉണ്ടെന്നുകൂടെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ കള്ളപ്രവാചകന്മാർ എന്ന ഉത്തരവാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഉത്തരവ് ഒന്ന് പരിശോധിക്കാം, ശരിയാണോ ഇല്ല എന്നുള്ളത്. ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി കള്ളപ്രവാചകന്മാർ എന്ന ഉത്തരം ശരിയാണോ? കള്ളപ്രവാചകന്മാർ എന്ന ഉത്തരം ശരിയാണ്. ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അല്ലേ, കള്ള അപ്പോസ്തലന്മാർ. ഏതായാലും ആ ചോദ്യത്തിനോട് ഉത്തരം നൽകിയപ്പോൾ 2000 രൂപ എന്ന സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ എന്ന് അങ്ങനെ പറയാൻ പാടില്ല, മൊത്തത്തിൽ ലോകത്തിൽ മുഴുവൻ എല്ലാ മേഖലകളിലും ഇതുപോലെ വ്യാജമായ പ്രവചനങ്ങൾ നടത്തുന്ന നിരവധി ആളുകളുണ്ട്. ഈ തൊട്ടടുത്ത് നമ്മുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരുപാട് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഫലങ്ങൾ, അവരുടെ പ്രവചനങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ച് കളഞ്ഞ ഒരു റിസൾട്ടാണ് ഈ ഇലക്ഷനിൽ, ഈ 2025 പഞ്ചായത്ത് ത്രിതല തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിച്ചത്. നമുക്ക് മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ പ്രവചനങ്ങളൊക്കെ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുക. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമേ അങ്ങനെ ദൈവികമായിട്ടുള്ള ശബ്ദങ്ങൾ കൈമാറുന്ന ആളുകളുള്ളൂ എന്ന് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. നിരവധി ആളുകളും മറ്റൊരു നിലയിലാണ് പോകുന്നത്. നല്ല ആളുകൾ ഉണ്ടാകട്ടെ, കൃത്യമായ ദൈവികാലോചനകൾ ഉണ്ടാകട്ടെ ഞാനും പ്രത്യാശിക്കുന്നു. അങ്ങനെ നമുക്കുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുള്ള ചോദ്യത്തിന്റെ രണ്ടാമത്തെ സൂചന കൂടെ നൽകുകയാണ്. സൂചന ശ്രദ്ധിച്ച് നിങ്ങൾ ഉത്തരം നൽകുക. ഇതാണ് രണ്ടാമത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ രണ്ടാം സൂചന. ശലോമോൻ തന്റെ എഴുത്തുകളിൽ ശൂലേംകാരത്തിയുടെ ശിരസിനെ വർണ്ണിക്കുവാൻ പ്രതീകാത്മകമായി തിരഞ്ഞെടുത്തത് എന്നെയാണ്? Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. നമുക്കിനി മടങ്ങി വരാം. അങ്ങനെ ഈ എനിക്ക് തോന്നുന്നു അത് പറയുമ്പോൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് പറഞ്ഞു. കൂടുതലും സഭകൾക്കകത്ത് ഇടർച്ചയും തകർച്ചയൊക്കെ ഉണ്ടായത് ഇതുപോലത്തെ ഉള്ള കള്ളപ്രവചനം മുഖാന്തരം ഒരുപാട് തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വല്ല ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആദ്യ ശുശ്രൂഷയുടെ ആദ്യ കാലത്തേക്ക് നമ്മൾ എല്ലാവർക്കും ഒരു അവസരമൊക്കെ ചിലപ്പം റോഡ് സൈഡിനായിരുന്നു ഞങ്ങള് വെളിയത്തൊക്കെ വെച്ച്. അന്നേരം അതിഥിയായിട്ട് വരുന്നവര് പ്രവചനമൊക്കെ പറഞ്ഞ് ചില കുടുംബങ്ങൾ പോകാനോ അങ്ങനെയൊക്കെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് ശരിക്കും അറിയാതെ ആർക്കും അങ്ങനെ അവസരം കൊടുക്കാറില്ല. അതെ, നമ്മൾ ആളുകളെ വിവേചിക്കണം. വചനം പറയുന്ന ഒരു ആത്മാക്കളെ വിവേചിക്കണം. അങ്ങനെ വിവേചന ബുദ്ധിയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ചില സമയത്തൊക്കെ സ്വാഭാവികമായിട്ട് പറ്റിപ്പോകും. അത് യാഥാർത്ഥ്യമാണ്. നമുക്ക് മടങ്ങി വരാം. രണ്ടാമത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം, ഏഴാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ എബ്രായ ലേഖനത്തിൽ പറയാത്തത് ഏതു വാക്യമാണ്? ഓപ്ഷൻ എ ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. ഓപ്ഷൻ ബി പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവരത്രേ, അവൻ ശിശുവല്ല. ഓപ്ഷൻ സി എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ഓപ്ഷൻ ഡി യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഈ വാക്യങ്ങളിൽ എബ്രായ ലേഖനത്തിൽ പറയാത്ത വാക്യം ഏതാണ്? നല്ലവണ്ണം ആലോചിച്ച് നല്ലവണ്ണം വായിച്ച് ചിന്തിച്ചുത്തരം പറഞ്ഞാൽ മതിയാവും. ഓപ്ഷൻ ഡി യേശുക്രിസ്തു. ഓപ്ഷൻ ഡി. ആലോചിക്കാം, ഒന്നുകൂടെ വായിക്കാം, ഒന്നുകൂടെ ആലോചിക്കാം. ടൈമർ ശ്രദ്ധിക്കേണ്ട, ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം. ഞാൻ തിരുത്തുകയല്ല, ആലോചിക്കാൻ. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും തമ്മില് അത് ബാക്കി രണ്ടും എബ്രായ ലേഖനത്തിലെ വാക്യമാണ്.
ഉറപ്പ്. ഏതാണ് ഓപ്ഷൻ ബിയും സിയും എബ്രായ ലേഖനത്തിൽ തന്നെയുള്ള വാക്യമാണ്. വാക്യമാണെന്ന് ഉറപ്പിക്കുകയാണ്. പിന്നെ എയോ ഡിയോ ആണ് സംശയമുള്ളത്, അതിൽ ഡി ആണ് ഉറപ്പിക്കുന്നത്. ഒരുപാട് സംശയം ഉണ്ടെങ്കിൽ മത്സരം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു 2000 രൂപയുടെ ഒരു സമ്മാന തുകയിലാണ് നിൽക്കുന്നത്. തെറ്റായ ഉത്തരം പറഞ്ഞാൽ നമ്മൾ 1000 രൂപയുടെ സമ്മാന തുകയിലേക്ക് മടങ്ങിപ്പോകും. ആദ്യത്തെ റൗണ്ട് നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് ഫസ്റ്റ് റൗണ്ടിലെ സമ്മാന തുകയിലേക്ക് മടങ്ങിപ്പോകും. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടെ 7ാമത്തെ ചോദ്യത്തിലാണ്. 2000 രൂപ സമ്മാന തുകയിലാണ് നിൽക്കുന്നത്. ഉത്തരം തെറ്റിയാൽ 1000ത്തിലേക്ക് മടങ്ങിപ്പോകണം. അതുകൊണ്ട് സംശയമുണ്ടെങ്കിൽ ഒരുപക്ഷെ മത്സരം നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, ഇനി ഉറപ്പാണെങ്കിൽ മാത്രം നമുക്ക് മുൻപിലേക്ക് പോകാം. എന്തു തീരുമാനിക്കുന്നു? കുറച്ച് ടഫാണ് ആ ചോദ്യം. വാക്യങ്ങൾ വരുമ്പോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതല്ല. ഏതായാലും ആലോചിച്ച് ഒരു ഉത്തരം കണ്ടെത്തുക. ന്യായപ്രമാണത്തെ കുറിച്ചും അവകാശം, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നത് ഗലാത്യർ, എഫീസർ തുടങ്ങിയ ലേഖനങ്ങളൊക്കെയാണ്. അതിനെക്കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ എബ്രായ ലേഖനത്തിലും ആ പരാമർശങ്ങളുണ്ട്. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പരാമർശങ്ങളുണ്ട്. എന്നാലും ചിന്തിക്കാം, ഒരു ഉത്തരം തിരഞ്ഞെടുക്കാം. ഓപ്ഷൻ സി ഉത്തരം ലോക്ക് ചെയ്യാം. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികൾ എങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. സി ഉത്തരം ഉറപ്പിക്കാം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് പറയുന്നത് എബ്രായ ലേഖനം 13 13-ാം അധ്യായത്തിൽ നിങ്ങളെ നടത്തിയവരെ ഓർക്കാൻ പറയുമ്പോൾ മാറാത്ത ഒരുവൻ യേശുക്രിസ്തുവാണെന്ന് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾ ഇപ്പൊ ശിശുക്കളായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പാൽ കുടിക്കുന്നവനെ കുറിച്ച് പറയുന്നത്. 12-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു ബാലശിക്ഷയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ അവർ കടന്നു പോകുന്ന പീഡയെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു അത് പറയുന്നത്. അങ്ങനെ കൃത്യമായി എബ്രായ ലേഖനത്തിൽ ആ വാക്യങ്ങൾ കുറിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി ഉത്തരം ശരിയാണോ നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ സി ഉത്തരം ശരിയാണ്. എന്നാൽ ന്യായപ്രമാണം ഉള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും ദുർബലവും എന്ന് വരും. അത് ന്യായപ്രമാണത്തെ കുറിച്ച് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ വിശദീകരിക്കുമ്പോൾ ന്യായപ്രമാണത്താൽ അല്ല അവകാശികൾ വരുന്നത്, വിശ്വാസത്താലാണ് അവകാശികൾ വരുന്നത് എന്ന കാര്യം പരാമർശിക്കുകയാണ്. നമുക്ക് മുൻപോട്ട് പോകാം. 2ാമത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം, 8ാമത്തെ ചോദ്യം, അവസാന ചോദ്യം. മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോടുകൂടെ വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശുക്രിസ്തു പറഞ്ഞത് ഇവരിൽ ആരോടാണ്? എ ശിഷ്യന്മാരോട്, ബി മഹാപുരോഹിതനോട്, സി പരീശന്മാരോടും ശാസ്ത്രിമാരോടും, ഡി ഓപ്ഷൻ എ ആൻഡ് സി. ഇതിലേതാണ്? മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോടുകൂടെ വരുന്നതും നിങ്ങൾ കാണും എന്ന് ക്രിസ്തു പറഞ്ഞു ആരോട്? ഓപ്ഷൻ ഡി ഉറപ്പിക്കുകയാണ്. മുന്നോട്ട് പോവാം. ശിഷ്യന്മാരോടും മഹാപുരോഹിതന്മാരോടും. ഓക്കെ, ഓപ്ഷൻ ഡി എ ആൻഡ്. സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവസാനിപ്പിക്കാം. എന്ത് ചെയ്യുന്നു? അവസാനിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി ഉറപ്പിക്കുകയാണ്. സംശയം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കുക. ഒരു 2 മനസ്സോടുകൂടെയാണ് ആ ഉത്തരം ഉറപ്പിക്കുന്നെങ്കിൽ, ഉറപ്പില്ലാതെയാണ് ഒരു ഉത്തരം പറയുന്നതെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു മത്സരം അവസാനിപ്പിക്കാം. അല്ലാത്ത പക്ഷം അതുമായിട്ട് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാ ആളുകളോടും കൂടെ നിരവധി തവണ തന്റെ പുനരാഗമനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും തന്നെ ചോദ്യം ചെയ്ത ഒരു സമൂഹത്തോടായിരിക്കണം മിക്കവാറും ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. മനുഷ്യപുത്രൻ അപ്പൊ പരീശന്മാരോട് ശാസ്ത്രിമാരോടാകാം, മഹാപുരോഹിതനും ആ ഭാഗത്താകാം, ശിഷ്യന്മാരോട് ഏതായാലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മത്സരം അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, എങ്കിലും ആന്റിയുടെ മനസ്സിൽ കിടക്കുന്ന ദൃഢമായിട്ട് ഇതായിരിക്കാം ഉത്തരവെന്ന് ചിന്തിക്കുന്ന ഏതാണ്? പരീശന്മാരോടും ശാസ്ത്രിമാരോടും എന്ന ഉത്തരവാണ്. അത് നമുക്കൊന്ന് പരിശോധിച്ചാലോ? പരീശന്മാരോടും ശാസ്ത്രിമാരോടും എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരം തെറ്റാണ്. ഉത്തരം മഹാപുരോഹിതന്മാരോടാണ് ക്രിസ്തു പറഞ്ഞത് മനുഷ്യപുത്രൻ. അപ്പൊ ആ എയും സിയും തെറ്റാണ്. പരീശന്മാരോടും ശാസ്ത്രിമാരോടും എന്ന ഉത്തരവും തെറ്റാണ്. എങ്കിലും നിരാശാജനകമല്ല. 7ാമത്തെ ചോദ്യം വരെ നല്ല രീതിയിൽ മത്സരിച്ച് മുമ്പോട്ട് വരാൻ പറ്റിയിട്ടുണ്ട്. 2500 എന്നൊരു സമ്മാനത്തുക വരാൻ പറ്റിയിട്ടുണ്ട്. അപ്പം മുൻപോട്ട് പോകുന്തോറും ചോദ്യത്തിന്റെ കാഠിന്യം കൂടുകയാണ്. നമ്മൾ ഓരോ
ഡിഗ്രി ലെവൽ കൂടി വരികയാണ്. ചോദ്യം നിസ്സാരമാണ്, കൺഫ്യൂസിംഗ് ആണ് ഉത്തരങ്ങൾ, അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ വളരെ കൃത്യമായി ആലോചിച്ചു വേണം ആ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി. ഉത്തരം വളരെ കൺഫ്യൂസിംഗ് ആയിട്ടാണ് തരുന്നത്. ഇത് എല്ലാവരോടും ക്രിസ്തു ഇത് പറഞ്ഞതായിട്ട് നമുക്ക് തോന്നും. അതാണ് നമുക്ക് ഇവിടെ വരുന്ന കൺഫ്യൂഷൻ. ഏതായാലും ആ ഉത്തരം മുമ്പ് ആ മത്സരം ഉത്തരം തെറ്റിയെങ്കിലും ആ മത്സരം അവസാനിപ്പിക്കാൻ എടുത്ത തീരുമാനം നല്ലതാണ്. എന്ത് തോന്നുന്നു മത്സരിച്ചതിൽ നിന്ന്? വളരെ നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ മത്സരങ്ങൾ നമുക്ക് അപരിചിതമായ ഒരു വേദിയാണ്, അപരിചിതമായ രീതികളാണ്. അതിലേക്ക് പങ്കെടുക്കുമ്പോൾ അതിന്റെ ആശങ്ക ഉണ്ടാകും. 1-2 മിനിറ്റിലൊക്കെ ഒരു ഉത്തരം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തീർത്തും പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും അത് കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടായി. അത് ഇത്രത്തോളം കണ്ടുപിടിച്ചു. ഭേദപ്പെട്ട ഒരു സമ്മാനത്തുകയിലെത്തി. കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം എന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നെങ്കിലും നമ്മുടെ ചോദ്യങ്ങൾ വ്യത്യസ്തമാണല്ലോ. അതിൽ പങ്കെടുത്തതിൽ പ്രത്യേകം ബൈബിൾ ബ്രെയിൻസിന്റെ ഭാഗത്തു നിന്നുള്ള അഭിനന്ദനങ്ങൾ കലയാൻറ്റിക്ക് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഹൈറേഞ്ചിലെ ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ നടുവിലാണ് ഹൈറേഞ്ചിൽ വേല ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. കർത്താവ് വീണ്ടും ബലപ്പെടുത്തട്ടെ, ശക്തിയായി ദൈവം നിലനിർത്തട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞിനു വേണ്ടി പ്രത്യേക എല്ലാ ആശംസയും അറിയിക്കുന്നു. അവിടുത്തെ പഠനം ഏറ്റവും നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ ഭാവങ്ങളും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയ കർത്താവിന്റെ ദാസി കലാ സജി ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം കടന്നു വന്നു. വളരെ ഗംഭീരമായി മത്സരിച്ചു. ഉത്തരങ്ങൾ അല്പം ആശങ്ക വരുത്തുന്നതായിരുന്നു, എങ്കിലും തന്നെ ലാഭം വിധം മുൻപോട്ട് പോയി. വരും എപ്പിസോഡുകൾ നിങ്ങൾക്കും കടന്നു വന്ന് മത്സരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. ചോദ്യങ്ങളോട് ഏറ്റുമുട്ടാം, ബൈബിളിൽ കൂടുതൽ അറിവ് നേടാം, കർത്താവിനോട് നമുക്ക് കൂടുതൽ അടുത്തിരിക്കാം. അതിനുവേണ്ടി സഹായിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നിങ്ങളോട് വിട പറയുന്നു. പക്ഷേ അതിനു മുൻപ് നിങ്ങൾക്കുള്ള ചോദ്യത്തിന്റെ അവസാനത്തെ സൂചന കൂടെ നിങ്ങൾക്ക് നൽകിയാണ്. ഇതാണ് നിങ്ങൾക്കുള്ള ഉത്തരത്തിന്റെ അവസാനത്തെ സൂചന. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. ഗോഡ് ബ്ലെസ് യു. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3-ാം സൂചന. എന്റെ മേൽ ഒരു പ്രവാചകൻ കർത്താവിന്റെ ഒരു യാഗപീഠം നന്നാക്കി ജനങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് തിരിച്ചു. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ, +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.